ഇന്ത്യയുടെ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിലെ രണ്ടാം റൗണ്ടിലെ അവസാനത്തെ മത്സരം എഗെയിൻസ്റ്റ് ഖത്തർ വേണമെങ്കിൽ ക്രൂഷ്യൽ മത്സരം എന്ന് പറയാം. ഞാൻ വേണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഓൾറെഡി കുവൈറ്റ് മത്സരം വളരെ ക്രൂഷ്യലാണെന്ന് പറഞ്ഞതാണ്. അവിടെ നമ്മുടെ ടീം കാണിച്ചിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ട് സംസാരിച്ചതാണ്. സോ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴും മാത്തമാറ്റിക്കലി ചാൻസസ് ഉണ്ട്, നല്ല ചാൻസസ് ഉണ്ട്. ഇപ്പം പറഞ്ഞതുപോലെ ബാക്കി ഇപ്പം അഫ്ഗാൻ, കുവൈറ്റ് എന്നിവർക്കുള്ള ചാൻസസ് തന്നെ ഇന്ത്യക്കും ഉണ്ട്. അതായത് ഇപ്പം ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഖത്തറിനെതിരെ ഒരു സമനില നേടിക്കഴിഞ്ഞാൽ കുവൈറ്റ് അഫ്ഗാനിസ്ഥാൻ മത്സരവും സമനിലയായി കഴിഞ്ഞാൽ ഇന്ത്യക്ക് അടുത്ത റൗണ്ടിലേക്ക് പ്രോഗ്രസ് ചെയ്യാം. അതുപോലെ തന്നെ ഖത്തറിനെതിരെ വിജയിച്ചു കഴിഞ്ഞാൽ മറ്റാരെ നോക്കണ്ട, നമുക്ക് മുന്നോട്ട് ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ രണ്ട് റിസൾട്ട് നടക്കാനുള്ള സാധ്യത എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ കുറച്ചധികം മത്സരങ്ങളായിട്ട് ഇന്ത്യ വളരെ മോശം പ്രകടനത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൻ്റെ ഒരു ജേർണി എടുത്താലും ഏഷ്യ കപ്പ് ഒക്കെ എടുത്താലും കഴിഞ്ഞ 7 മത്സരങ്ങളായിട്ട് നമ്മൾ ഓപ്പൺ പ്ലേയിൽ നിന്ന് ഗോൾ അടിച്ചിട്ടില്ല. ആകെ അവസാനമായിട്ട് ഗോൾ അടിച്ചത് നമ്മൾ കുവൈറ്റിനെതിരെ കുവൈറ്റിൽ പോയി ആ ഒരു ഗോള് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് ഒരു സാധ്യതയില്ല. ഇൻ കേസ് ഒരു പെനാൽറ്റി കിട്ടിയാൽ പോലും അത് നമ്മൾ കൺവേർട്ട് ചെയ്യുമോ എന്നുള്ളത്. കാരണം ഇപ്പോൾ സുനിൽ ഛേത്രി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പെനാൽറ്റീസിൽ അദ്ദേഹം ഇപ്പോഴും ആ ഒരു മികവ് കാണുന്ന പ്ലെയറാണ്. അപ്പം അതുപോലും ഒരു പേടിപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് നിൽക്കുന്നു എന്നുള്ളത്. അവിടെയും പലരും ഇപ്പം പോസിബിലിറ്റീസ് ഒക്കെ പറയുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞൊരു മത്സരത്തിന് ശേഷം എനിക്ക് ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇനി ഇന്ത്യക്ക് ചാൻസസ് ഇല്ലേ, നമ്മുടെ പോസിബിലിറ്റി. ആക്ച്വലി എനിക്ക് അതിനെപ്പറ്റി പറയാൻ ഒരു ക്രിഞ്ചായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് അതിനെപ്പറ്റി ഒന്നും വീഡിയോ ചെയ്യാതിരുന്നതും ഇനിയും നമുക്ക് ചാൻസസ് ഉണ്ട്, പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന്. കാരണം അത്ര വേസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു കുവൈറ്റിനെതിരെ കളിച്ചിരുന്നത്. അപ്പം അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ എനിക്ക് ഇപ്പോഴും അടങ്ങിയിട്ടില്ല. പിന്നെ പലരും ചോദിക്കുന്നൊരു കാര്യമാണ്, ഖത്തർ ടീം നമ്മുടെ ഏഷ്യ കപ്പിൽ വിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അവസാന മത്സരത്തിൽ കളിച്ച ടീമൊന്നും അല്ലല്ലോ, Under-23 പ്ലേയേഴ്സ് അല്ലേ. അതുപോലെ ആ ടീമിലേക്ക് പോകുമ്പോൾ 16 പുതുമുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ ചാൻസസ് ഇല്ല എന്നുള്ളത്. അപ്പം അവർ ഖത്തറും അഫ്ഗാനിസ്ഥാനുമായിട്ട് കഴിഞ്ഞൊരു മത്സരം കളിച്ച സമയത്ത് ആ ഒരു മത്സരം 0-0 ഡ്രോ ആയിരുന്നു. ഖത്തർ തന്നെയാണ് നന്നായിട്ട് കളിച്ചത്. ഇപ്പം പറഞ്ഞാൽ ആ ഒരു യങ് സ്ക്വാഡ് ആയതുകൊണ്ട് തന്നെ അവരിപ്പം ടെക്നിക്കലി നല്ലതാണ്, അല്ലെങ്കിൽ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു എക്സ്പീരിയൻസിൻ്റെ കുറവ്, അതൊക്കെയാണ് അവർക്ക് ആ ഒരു ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കാതെ പോയത് എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ ഒരു ഇന്ത്യൻ ടീം ഖത്തറിലേക്ക് ട്രാവൽ ചെയ്തതിൽ 3-4 പ്രധാനപ്പെട്ട താരങ്ങൾ ഒഴിവാകുന്നുണ്ട്. അത് 2 വിങ് ബാക്കുകൾ, അമീർ റണാവുടെയും അതുപോലെ സുഭാഷിഷ് ബോസും. പിന്നെ ഛേത്രി പോകുന്നില്ല എന്നുള്ളതാണ്, അറിയാലോ, റിട്ടയർഡായി. പിന്നെ നുങ്ക എന്ന് പറഞ്ഞ സെൻട്രൽ ബാക്ക് പ്ലേയേഴ്സും പോകുന്നില്ല. അങ്ങനെ ഒരു ഡിഫൻസിലെ കുറച്ചധികം പ്ലേയേഴ്സ് മിസ്സാകുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് നിൽക്കുന്നു. എന്തായിരിക്കും ഒരു അപ്രോച്ച് എന്നൊക്കെയുള്ളത് നമ്മൾ സാധാരണ മാച്ച് പ്രിവ്യൂവിൽ പറയുന്നതാണ്. എനിക്കറിയത്തില്ല എന്താണ് ഈ മാച്ച് ഉദ്ദേശിക്കാൻ പോകുന്നതെന്നുള്ളത്. യാതൊരു വിധത്തിലുള്ള ഒരു ഐഡിയയും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് ഈ ഒരു മത്സരം ഒരു തോൽവി സാധ്യത തന്നെയാണ് കാണുന്നത്. വിജയമോ ഡ്രോയോ ഒക്കെ കിട്ടിയാൽ അതൊരു മിറാക്കിളായിട്ടായിരിക്കും ഞാൻ പേഴ്സണലി കാണുന്നുണ്ടാകുക. പിന്നെ ഞാൻ അതിലൊരു പോസിറ്റീവായിട്ട് എടുക്കുന്നത്, അങ്ങനെയെങ്കിലും ഈ കുറച്ച് മാച്ചിൻ്റെ ശല്യമൊന്നും ഒഴിഞ്ഞു കിട്ടില്ല, പുള്ളിയുടെ കളി കഴിഞ്ഞുള്ള ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള വായ്ത്താളം കേൾക്കണ്ടല്ലോ എന്നുള്ളതാണ് ആകെയുള്ളൊരു പ്രതീക്ഷ. ഞാൻ അത് തോറ്റാൽ നമുക്ക് ക്വാളിഫിക്കേഷൻ കിട്ടിയില്ലായാലും ഞാൻ ആ ഒരു ശുഭപ്രതീക്ഷയായിട്ട് കാണുന്നത് ആ ഒരു ഫാക്ടറാണ്. സോ ഇനി നമുക്ക് ഈ ഒരു എക്സ്പെക്റ്റഡ് 11 ഇന്ത്യയുടെ പരിശോധിക്കുന്ന സമയത്ത് ഗോൾ കീപ്പർ എന്ന നിലയിൽ ഗുർപ്രീത് തന്നെ, സെൻട്രൽ ബാക്കിൽ അൻവർ അലി, രാഹുൽ ബൈക്ക്, റൈറ്റ് ബാക്കിൽ നിഖിൽ പൂജാരി, ലെഫ്റ്റ് ബാക്കിൽ ജയ്ഗുപ്തി ആയിരിക്കും. കാരണം വേറെ ഓപ്ഷൻസ് ഇല്ല 2 മേഖലകളിൽ നോക്കിക്കഴിഞ്ഞാൽ. സെൻട്രൽ മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് താപ്പ ഒഴിവാക്കണമെന്നാണ് എൻ്റെ പേഴ്സണലി ഒപ്പീനിയൻ. ദെൻ ജിക്സൺ ആൻഡ് സുരേഷ് എന്നിവരെ കളിപ്പിക്കുക. പിന്നെ പ്രത്യേകിച്ച് വേറെ കളിപ്പിക്കാൻ ആരും ഇല്ലല്ലോ, അങ്ങനെ എടുത്തിട്ടില്ല. ഇഞ്ചറി പറ്റിയവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് പകരക്കാരനൊന്നും എടുക്കുന്ന പരിപാടി ഇല്ല മാച്ചിന്. പിന്നെ അറ്റാക്ക് മിഡ്ഫീൽഡർ എന്ന നിലയിൽ ബ്രാൻഡൻ, ലെഫ്റ്റിലേക്ക് വരുമ്പോൾ വിക്രം പ്രതാപ് തിരിച്ചെത്തും, റൈറ്റിൽ ലാലിം സല, ചാങ്ദെ, ആൻഡ് സെൻട്രൽ ഫോർവേഡിൽ എനിക്ക് തോന്നുന്നത് മൻവീർ സിംഗിനെ കളിപ്പിക്കും എന്നുള്ളതാണ് പേഴ്സണലി തോന്നുന്നത്. ഛേത്രിയുടെ ഒരു അഭാവത്തിൽ ഡേവിഡിനെയൊക്കെ പുള്ളി പരിഗണിക്കുക എന്നുള്ളത് എനിക്കറിയത്തില്ല, എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ ഒരു പേഴ്സണലി ആഗ്രഹം കറക്റ്റ് സെൻട്രൽ ഫോർവേഡായിട്ട് കളിച്ചിട്ടുള്ള ഡേവിഡിനെ തന്നെ കളിപ്പിക്കണം എന്നുള്ളതാണ്. എന്താണെങ്കിലും നമുക്കൊരു വിജയം അനിവാര്യതയൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അറ്റാക്ക് ചെയ്ത് കളിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്, എനിക്കറിയത്തില്ല. കഴിഞ്ഞ മത്സരം അതിൻ്റെ ഒരു അനിവാര്യത ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഖത്തറിന് സ്പേസ് കിട്ടാനും ചിലപ്പോൾ അവർ ഗോൾ അടിക്കാനും ഒരു ഹൈ മാർജിനൊക്കെ ആണുള്ള സാധ്യതകളും അത് മറ്റൊരു വശത്ത് കാണുന്നുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ് കേസ്. അപ്പോൾ എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇതിൽ കൂടുതൽ എന്താണ് പറയാൻ, നിങ്ങൾ ഉറപ്പായിട്ട് അതൊന്ന് കമൻറ്റിൽ എഴുതുക. ഒരു കാണിക്കുകയാണ് വിഷയം.